ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അവസാന ജേണിയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മുടെ അവസാന യാത്രയാണ്. അവസാന യാത്ര അവശേഷിക്കുന്നത് എവിടെ എത്തുമ്പോഴാണ് മക്കളെ? ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് അല്ലേ? നമ്മുടെ ഒരു പ്രോസ് ഏതാണ്? ഷിപ്പ് റെക്കഡ് സൈലറിൽ നിന്ന് യാത്ര തുടങ്ങി നമ്മുടെ കാരേജിൽ, റെയിൽവേ കാരേജിൽ വന്നു. ദെൻ മാർവലസ് ട്രാവലിൽ എത്തിയതിനു ശേഷം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ലാസ്റ്റ് പ്രോസ് ആയിട്ടുള്ള ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറയുന്നത് അല്ലേ? ഇതും കൂടെ കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്താവും? ഏകദേശം തീരും അല്ലേ? നമുക്ക് നോക്കാം. ദ ലിറ്റിൽ റെഡ് ഹൗസ് അല്ലേ? ഒരു ലിറ്റിൽ ചെറിയ റൗണ്ട് റെഡ് ഹൗസ് അല്ലേ? ഒരു ചെറിയ റൗണ്ടിലുള്ള ഒരു ചുമന്ന വീട് അല്ലേ? നോക്കാം. പീപ്പിൾ എക്സ്പ്ലോർ ദ വേൾഡ് ഫോർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ് അല്ലേ? അതൊരു ശരിയാണല്ലേ മക്കളെ? ആളുകൾ യാത്ര ചെയ്യുന്ന അല്ലേ? ആളുകൾ ലോകത്തിനെ ആസ്വദിക്കാൻ ആളുകൾ എന്ത് ചെയ്യാണ്? എക്സ്പ്ലോർ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പീരിയൻസുകൾക്ക് വേണ്ടിയിട്ടും നോളജുകൾക്ക് വേണ്ടിയിട്ടുമാണ് ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക. ജീവിതം അവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് അല്ലേ? ഈ ലോകം മുഴുവൻ അവരെന്ത് ചെയ്യാണ്? അറിവുകൾക്ക് വേണ്ടിയിട്ടും നോളജുകൾക്ക് വേണ്ടിയിട്ടും എക്സ്പ്ലോർ ചെയ്യാണ്. ബട്ട് സംടൈംസ് അല്ലേ? പക്ഷെ ചില സമയത്ത് the best experience are right under their noses and they are unaware of it. അതൊരു സത്യമല്ലേ മക്കളെ? ചില സമയത്ത് അവരുടെ ഏറ്റവും വലിയ ബെസ്റ്റായിട്ട് അവർക്ക് കിട്ടേണ്ട എക്സ്പീരിയൻസ് അവരുടെ മൂക്കിന് തൊട്ട് താഴത്തുണ്ടാവും. പക്ഷെ അവരതിനെക്കുറിച്ച് അൺഅവെയർ ആയിരിക്കും അല്ലേ? നിങ്ങൾ പറയാറില്ലേ, കേട്ടിട്ടുണ്ടോ? മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും അല്ലേ? മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല. ചില ആളുകൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെ യാത്ര പോകും. അവിടെ അവരുടെ വീടിൻ്റെ തൊട്ട് ബേക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന പുഴയും മലയും കാടും കാണാൻ ഇത്രയോ ദൂരം പോയി തരും. കാരണം എന്താ? അവർക്ക് മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല. അവർ റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ എക്സ്പീരിയൻസും വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവരുടെ കാലിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടാകും. ചില ആളുകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിന് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മലയാളം റൈറ്റേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം അഭിമാനിക്കാൻ പറ്റുന്ന രീതിക്ക് റൈറ്റേഴ്സ് ഉണ്ട്. അവരുടെ സ്മാരകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളാണ്. ഇവരെന്നിട്ട് പുറത്തൊക്കെ പോയിട്ട് അവിടെയുള്ള റൈറ്റേഴ്സിൻ്റെ സ്മാരകങ്ങൾ അതിലും വാല്യബിൾ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. നമ്മളെന്ത് ചെയ്യും? ചില ആളുകൾ വേൾഡൊക്കെ അങ്ങ് ആസ്വദിക്കാം. പക്ഷെ കേരളത്തിൽ പോലും അവർ കണ്ട കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? അത് തന്നെയാണ് അല്ലേ? നമ്മുടെ മൂക്കിൻ്റെ താഴത്തുള്ളത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആസ്വദിക്കാൻ കഴിയാതെ നമ്മൾ ദൂരെയുള്ളതിന് പിന്നാലെ തേടിപ്പോവും അല്ലേ? അതാണ് ഈ പറയുന്നത് കേട്ടോ. ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് അവരുടെ തൊട്ടടുത്തുണ്ടായിട്ടും അവരതിനെക്കുറിച്ച് അൺഅവെയർ ആയിരിക്കും. അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കും. ഹിയർ ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് എ ലിറ്റിൽ ബോയ്. ഹി എക്സ്പ്ലോർ ഹിസ് സറൗണ്ടിങ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ലിറ്റിൽ റൗണ്ട് ഹൗസ് അല്ലേ? എവിടെ ഒരു കുട്ടി അതിൻ്റെ ചുറ്റുപാട് എന്ത് ചെയ്യാണ്? എക്സ്പ്ലോർ ചെയ്യാണ് അല്ലേ? ഒരു ചുറ്റുപാട് കാര്യങ്ങളും എല്ലായിടത്തു കൂടിയും പോയിട്ട് അത് അതിൻ്റെ എക്സ്പ്ലോർ ചെയ്യാൻ വളരെ അടുത്ത് കൂടെ പോയി എക്സ്പ്ലോർ ചെയ്യാണ്. എന്തന്വേഷിച്ചുകൊണ്ട്? എന്താണ് ആ കുട്ടി അന്വേഷിക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ് അല്ലേ? ഒരു ലിറ്റിലായിട്ടുള്ള റെഡ് റൗണ്ട് ഹൗസ് അന്വേഷിച്ച് തൻ്റെ സറൗണ്ടിങ്സ്, ഒരുപാട് ദൂരെയൊന്നുമല്ല, തൻ്റെ സറൗണ്ടിങ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ് ഈ കുട്ടി ചെയ്യുന്നത്. നോക്കാം. കരോലിൻ ഷെർവിൻ ബെയ്ലി അല്ലേ? എന്താണ്? നമ്മുടെ റൈറ്ററാണ് അല്ലേ? കരോലിൻ ഷെർവിൻ ബെയ്ലി. ഹി വാസ് ആൻ അമേരിക്കൻ റൈറ്റർ അല്ലേ? വാസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അല്ലേ? കുട്ടികളുടെ സാഹിത്യത്തിലെ ഒരു മെയിൻ റൈറ്ററാണ് കേട്ടോ. ഷി വാസ് ബോൺ ഇൻ ഹുസിക് ഫോൾസ്, ന്യൂയോർക്ക് ആൻഡ് അറ്റൻഡഡ് ടീച്ചേഴ്സ് കോളേജ്, കൊളംബിയ യൂണിവേഴ്സിറ്റി. ഫ്രം വേർ ഷി ഗ്രാജുവേറ്റഡ് ഇൻ 1896 അല്ലേ? അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഗ്രാജുവേറ്റിംഗ് കിട്ടിയതും അവിടെ തന്നെയാണ്. ഹെർ സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻസ് ഇൻക്ലൂഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓഫ് കൊളോണിയൽ ഡേയ്സ്, ബ്രോഡ് സ്ട്രൈപ്സ് ആൻഡ് ബ്രൈറ്റ് സ്റ്റാർസ്, ഹെറോ സ്റ്റോറീസ് ആൻഡ് ദ ടൈറ്റിൽ the little rabbit who wandered red wings. She wrote for the children's hours in collaboration in 1947. Her book Miss Hickory won the Newbery Medal. ഇത്രയാണ് അവരുടെ വർക്കുകൾ വരുന്നത്. വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നോക്കാം. നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറി കേട്ടോ. മീനിങ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം. On a cold, rainy and windy Saturday in October, a little boy was bored. എന്താണ് മക്കളെ? ഒരു റെയിനി, മഴയുള്ള ഒരു ഒക്ടോബറിൽ ഒരു ശനിയാഴ്ച, നല്ല കാറ്റും മഴയും തണുപ്പൊക്കെ ഉള്ള ഒരു ശനിയാഴ്ച, നമ്മുടെ ലിറ്റിൽ ബോയ്, നമ്മുടെ കുഞ്ഞ് ആൺകുട്ടിക്ക് എന്ത് ചെയ്യാണ്? ബോറടിക്കുകയാണ് അല്ലേ? മടുക്കുകയാണ്, ബോറടിക്കുക. ഓക്കെ.
He went down to the kitchen where his mother was reading the newspaper and he said, "Mom, I don't want to do. I'm bored. അല്ലേ? അവൻ എന്ത് ചെയ്യാണ്? അവൻ കിച്ചണിലോട്ട് വരികയാണ്. കിച്ചണിലോട്ട് വന്നിട്ട് അവൻ്റെ അമ്മ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മ എനിക്ക് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാണ്? ബോറിങ് അല്ല, എന്താണ്? എനിക്ക് ബോറടിക്കുകയാണ്, എനിക്ക് മടുത്തു കേട്ടോ. His mother looked down from her newspaper and smiled. "Why don't you draw a picture with your new crayons?" അവിടെ അമ്മ എന്ത് ചെയ്തു? ആ ന്യൂസ് പേപ്പർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്ന് താത്തിയിട്ട് അവന് നോക്കിയിട്ട് എന്ത് പറയാണ്? നിനക്ക് എന്തുകൊണ്ട് നിന്റെ ക്രയോൺ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ്. "I already drew 100 pictures," he said. "I'm bored. അല്ലേ? ഞാൻ ഓൾറെഡി ഒരു 100 ചിത്രം വരച്ചു കഴിഞ്ഞു. എനിക്ക് ബോറടിക്കുന്നുണ്ട്. വീണ്ടും കുട്ടി പറയാണ്. "Well, okay. Why don't you read one of your new library books?" she suggested. "Okay, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിനക്ക് എൻ്റെ ലൈബ്രറി ബുക്സ് ഒന്നും കൂടെ വായിച്ചൂടെ എടുത്തിട്ട്?" അപ്പോൾ "I already read all my books 1,000 times. I'm bored," he said. ഞാൻ എൻ്റെ എല്ലാ ബുക്സും എന്ത് ചെയ്തു? ഒരു 1000 വട്ടെങ്കിലും വായിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെ പോലെ അല്ല അല്ലേ മക്കളെ, വേറെ ലെവലിലുള്ള കുട്ടിയാന്നാ തോന്നുന്നല്ലേ. എല്ലാ ബുക്സും ഒരു 1000 വട്ടം വായിച്ചു തീർന്നു പറയുമ്പോഴേ അല്ലേ. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ലൈബ്രറി ബുക്സൊക്കെ ഒരു 1000 വട്ടം വായിച്ചതാണ്. എനിക്ക് ബോറടിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടി പറയുന്നത് കേട്ടോ. "How about playing with your toys?" she said. അതായത് എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട്, എനിക്ക് എൻ്റെ ടോയ്സ് കൊണ്ട് കളിച്ചൂടെ? ഓക്കെ. "I already play with 1,000,000 toys. I'm bored. ഞാൻ 1,000,000 ടോയ്സുമായിട്ട് കളിച്ചു മടുത്തു അല്ലേ? എനിക്കിപ്പോൾ എന്താ, ഞാൻ 1,000,000 ടോയ്സ് കൊണ്ട് കളിച്ച് കഴിഞ്ഞു, എനിക്ക് ബോറടിക്കുന്നു. ഇത് തന്നെയുള്ളൂ നമ്മുടെ കുട്ടിക്ക് പറയാം അല്ലേ. ഇതെന്നെ പറയുന്നതുകൊണ്ട് നമുക്ക് സുഖമാണ്, സംഗതി സിമ്പിളാണ് അല്ലേ. Most of the time mothers don't like it when their children say they are bored അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികവും അമ്മമാർക്ക് മക്കൾക്ക് ബോറടിക്കുന്നുണ്ട് പറഞ്ഞാൽ ചിലപ്പം ദേഷ്യം വരും അല്ലേ? അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും. ഒരു ബോറടി, നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ ഭയങ്കര കളിയായിരുന്നു, ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് ബോറടിക്കണം എന്നൊക്കെ പറയാറില്ലേ? "So I was never bored when I was your age," they say. "Though this can be true, can it?" എന്നാണ് നമ്മളോട് ചോദിക്കുകയാണ് അല്ലേ. ഞാൻ നിന്റെ പ്രായത്തിൽ ബോറൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. ഈ ഡയലോഗ് നിങ്ങളോടൊക്കെ ഒരുപാട് തവണ പറയാറില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അധികം അമ്മമാരും ഇങ്ങനെ തന്നെയാണ്, മക്കൾ ബോറടിക്കാരണം, നിന്റെ പ്രായത്തിലൊന്നും എനിക്ക് ബോറന്നെ അടിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയും അല്ലേ. സോ നോക്കാം. "The little boy's mother thought for a bit," അല്ലേ. നമ്മുടെ അമ്മ എന്ത് ചെയ്യണം? കുറച്ച് നേരം ഒന്ന് ചിന്തിക്കുകയാണ്. And then she said, എന്നിട്ട് അവൾ പറയുകയാണ്, "I remember one day when I was your age and I was bored. My mother, your grandmother, sent me out to search for a stranger's little house." എന്താണ് പറഞ്ഞത്? അമ്മ പറയാണ്, "ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം നിന്റെ ഒരു പ്രായത്തിൽ എനിക്കും ഇങ്ങനെ എന്ത് ചെയ്തു? ബോറടിച്ചു. അപ്പൊ എൻ്റെ അമ്മ, നിന്റെ മുത്തശ്ശി, സെൻഡ് മീ ടു ഔട്ട് ടു സെർച്ച് ഫോർ എ സ്ട്രേഞ്ചേഴ്സ് ലിറ്റിൽ ഹൗസ്," അല്ലേ. ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, ഒരു ഭയങ്കര സംഭവമായിട്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ചെറിയ വീട് കണ്ടുപിടിക്കാൻ എന്നെ പറഞ്ഞയച്ചു. If you did like, I can't tell you just what she told me to. നീ അതിന് റെഡി ആണെങ്കിൽ ഞാനത് നിനക്ക് പറഞ്ഞു തരാം. വാട്ട് ഷീ ടോൾഡ് മീ ടു. എന്നോട് എന്താണ് എൻ്റെ അമ്മ പറഞ്ഞത് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരും, നീ അതിന് തയ്യാറാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. The little boy looked up. Little boy എന്ത് ചെയ്തു? നോക്കി. His mother was bored once. That was interesting അല്ലേ. ആ കുട്ടിക്ക് അതിൻ്റെ അമ്മയ്ക്ക് ഒരു കാലത്ത് ബോറടിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തായിരുന്നു, അത് വളരെ അവനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കേട്ടപ്പോൾ അവനൊരു ഇറ്റ് വാസ് നൈസ് അല്ലേ. അമ്മയ്ക്കും ബോറടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വെറുതെ അല്ലേ എനിക്ക് ബോറടിക്കണം, അമ്മയ്ക്ക് ഒരു കാലത്ത് എന്നെ പോലെ ബോറടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കത് എന്ത് ചെയ്തു? അതിനൊരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓക്കെ. She said, "First you need to put on your raincoat and your hat, your scarf, your mittens and your boots." Okay. അമ്മ പറയാണ്, ആദ്യം നീ പോയിട്ട് എന്തൊക്കെ ഇടണം? നിന്റെ റെയിൻ കോട്ട് ഇടണം, ദെൻ ഹാറ്റ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് സ്കാർഫ് അല്ലേ, നമ്മൾ സ്കാർഫ് കിട്ടൂല, അത് എടുക്കണം. ദെൻ യുവർ മിറ്റൻസ് പറഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യൊറ കേട്ടോ, ഇങ്ങനെ
ഫുൾ ഇടുന്ന കയ്യുറ. ചില നാട്ടിൽ ഇങ്ങനെ തണുപ്പാകുമ്പോൾ അവിടെ ഉള്ളവർക്ക് പുറത്തിറങ്ങുമ്പോഴൊക്കെ മിറ്റൻസ് ഇടും. ഓക്കെ, ആൻഡ് യുവർ ബൂട്ട്സ്, പിന്നെ ബൂട്ട് ഇടണം അല്ലേ. തണുപ്പ് പ്രദേശമാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ദെൻ യു നീഡ് ടു ഗോ ടു ഔട്ട്സൈഡ്, എന്നിട്ട് ഇനി പുറത്ത് പോകണം. ആൻഡ് ദെൻ യു നീഡ് ടു വാക്ക് അപ്പ് ദ ബ്ലോക്ക്, ഡൗൺ ദ ബ്ലോക്ക്, അറൌണ്ട് ദ ബ്ലോക്ക് ടു ലുക്ക് ഫോർ ദ ലിറ്റിൽ ഹൗസ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, അതിങ്ങനെ ബ്ലോക്ക് ആയിട്ടായിരിക്കും വീടുകൾ ഉണ്ടാവുക അല്ലേ. നമ്മളിവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അല്ലേ. ഇതൊരു ബ്ലോക്കിൽ കുറേ വീട്, അപ്പുറത്ത് വേറൊരു ബ്ലോക്ക് ആയിരിക്കും, അതിൻ്റെ അപ്പുറത്ത് ചെറിയ വഴി ഉണ്ടാവും, അവിടെ വേറൊരു ബ്ലോക്ക് അല്ലേ. അങ്ങനെ ബ്ലോക്ക് ആയിട്ടായിരിക്കും വീടുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം പറയുന്നത്, ബ്ലോക്ക് ടു അറൌണ്ട് ദ ബ്ലോക്ക്. എങ്ങനെയാണ്, വാക്ക് അപ്പ് ദ ബ്ലോക്ക് ആൻഡ് ഡൗൺ ദ ബ്ലോക്ക് അല്ലേ. അങ്ങോട്ട് ബ്ലോക്കും കയറി നോക്കണം, ഇങ്ങോട്ടുള്ള ബ്ലോക്കുകൾ നോക്കണം. അറൌണ്ട് ദ ബ്ലോക്ക് ടു ലുക്ക് ഫോർ അല്ലേ. ബ്ലോക്ക് ഫുള്ള് നീ എന്ത് ചെയ്യണം, ചുറ്റണം. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ലിറ്റിൽ ഹൗസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ഹൗസ് ദ ബോയ് ആസ്ക്ഡ്. വാട്ട്, കുറെ നേരമായല്ലോ ലിറ്റിൽ ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ബോയ് ചോദിക്കാണ്, വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ഹൗസ്, ഏത് ടൈപ്പ് ചെറിയ വീട് അവൻ ചോദിക്കാണ്. ഓക്കെ, ഇറ്റ്സ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോർ, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ഷീ സെഡ്. എങ്ങനെയുള്ള വീടാ മക്കളെ, ഒരു ചുമന്ന വീട്. എങ്ങനത്തെ, റൗണ്ട് ആയിട്ടുള്ള ചുമന്ന വീട്. അതിന് ജനലുമില്ല വാതിലുമില്ല, പക്ഷെ മുകളിൽ ചിമ്മിനി ഉണ്ട്. നമ്മൾ വീട്ടിലൊക്കെ പുക പോകാൻ വേണ്ടിയിട്ട് അടുക്കളയുടെ മുകളിൽ ചിമ്മിനി കണ്ടിട്ടില്ല, അതിനാണ് ചിമ്മിനി അറിയാം കേട്ടോ. അടുക്കള വീട്ടിലുണ്ടാവും, അടുക്കളയിൽ ഇങ്ങനെ പുക പുറത്തോട്ട് പോകാൻ ചിമ്മിനി വെച്ചേക്കും. അപ്പം ചിമ്മിനി ഉണ്ട്, ജനലും വാതിലും ഇല്ല. ഓക്കെ, റൗണ്ട് കളറിലാണ്, ചുമന്ന നിറത്തിലാണ്. വീടിന്റെ മധ്യത്തിൽ, വീടിന്റെ നടുവിൽ എന്തുണ്ട്, ഒരു നക്ഷത്രം ഉണ്ട്. ക്ലിയർ? ഇതാണ് വീട്. ഓക്കെ, ലിറ്റിൽ റെഡ് ഹൗസ്, നോ വിൻഡോ, നോ ഡോർ, ചിമ്മിനി ഓൺ ടോപ്പ്, സ്റ്റാർ ഇൻ ദ മിഡിൽ. ക്ലിയർ? ഓക്കെ. ദ ലിറ്റിൽ ബോയ് സ്റ്റേർഡ് അറ്റ് ഹർ. ഇത് കേട്ടപ്പോൾ ഒന്നൊന്നര വീടായല്ലോ. അമ്മയൊന്ന് നെട്ടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. I never saw a house like that before. Where is it? ഞാൻ ഇങ്ങനെ ഒരു വീട് കേട്ടിട്ടേ ഇല്ല, ഞാൻ ഇങ്ങനെ ഒരു വീട് കണ്ടിട്ടേ ഇല്ല അല്ലേ. അതെവിടെയാണ്? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കണം അമ്മയോട്. His mother said, I can't tell you, but if you keep your ears open and your eyes open, you look hard, you should find it's not too far from here. You won't even need to cross the street. എന്താണ് അമ്മ പറയുന്നത്? അത് ഞാൻ പറഞ്ഞു തരില്ല, പക്ഷേ നീ നിന്റെ ചെവികളും കണ്ണും നീ തുറന്നു വെച്ച് നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് സെർച്ച് ചെയ്യാൻ നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് അധികം ദൂരം പോവേണ്ടി വരാതെ തന്നെ അത് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, യു വോണ്ട് ഈവൻ നീഡ് ടു ക്രോസ് റോഡ്. അധികം ദൂരം പോയിട്ട് നമ്മുടെ ഈ സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്ട്രീറ്റ് ഉണ്ടാവും, അവരുടെ തെരുവായിരിക്കും ഉദ്ദേശിച്ചത്. ആ സ്ട്രീറ്റ് വരെ ക്രോസ് ചെയ്ത് പോകുന്നതിന് മുമ്പ് നിനക്കത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ് അല്ലേ, എങ്കിൽ ഞാനത് കണ്ടുപിടിക്കും. ആരാ പറഞ്ഞത്? ഹി സാഡ്. ഓക്കെ, he bundled up in his raincoat and his hat, his scarf and his mittens and his boot too, and set out to find the little round red house with no windows, no doors and chimney on top and stars in the middle. അല്ലേ, അങ്ങനെ അവൻ എന്തായി, ബണ്ടിലൊക്കെ കിട്ടിയില്ലേ. ബണ്ടിലല്ലേ, ഒരു കുറേ സാധനങ്ങൾ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടൊരു തുണി വെച്ചിട്ട് ഒരു ബണ്ടിൽ കെട്ടി കൊണ്ടുവന്നുണ്ട്. അങ്ങനെ ബണ്ടിൽ കിട്ടാൻ എന്ത് ചെയ്തത്, റെയിൻകോട്ടും ബൂട്ടും അമ്മ പറഞ്ഞ സ്കാർഫ്, മിറ്റൻസ്, ഹാറ്റ് എല്ലാം എടുത്തുകൊണ്ടിട്ട് നമ്മുടെ ലിറ്റിൽ റെഡ് ഹൗസിലെ റൗണ്ട് കളറിലുള്ള ചുമന്ന ജനലും വാതിലും ഇല്ലാത്ത ചിമ്മിനിയുള്ള മധ്യത്തിൽ ഒരു സ്റ്റാർ ഉള്ള റെഡ് ഹൗസ് തിരഞ്ഞ് അവൻ പോകാൻ റെഡിയായി. ഓക്കെ, he walked down his long block അല്ലേ. അതിന് ഒരു ലോങ് ബ്ലോക്ക് ഉണ്ട്, അവിടെ കുറച്ച് ചെറിയ ബ്ലോക്കുകളും ലോങ് ബ്ലോക്ക്. ആ ലോങ് ബ്ലോക്കിലൂടെ അവൻ എന്ത് ചെയ്യാണ്, നടന്നു പോയിട്ടോ. ഓൾ ദ വേ ടു ദ കോർണർ അല്ലേ, എല്ലാ മൂലയ്ക്ക് മുക്കിലൂടെ അവൻ നടന്നു. he saw white houses, blue houses, yellow houses and green houses. then he saw a red house. അവൻ എന്തൊക്കെ കണ്ടു? ഒരു വൈറ്റ് ഹൗസ് കണ്ടു, ബ്ലൂ ഹൗസ് കണ്ടു, യെല്ലോ ഹൗസ് കണ്ടു, ഗ്രീൻ ഹൗസ് കണ്ടു. ഫൈനലി then he saw a red house. അങ്ങനെ പോയപ്പോൾ അവൻ എന്ത് ചെയ്തു, അവിടെ ഒരു റെഡ് ഹൗസും കണ്ടു. ക്ലിയർ? there it is. ആ റെഡ് ഹൗസ് കണ്ടു ഉടനെ അവൻ പറയാണ്, there it is. അതന്നെ, അത് അവിടെ ഉണ്ട്, അതാണത് അല്ലേ. he cried എന്ന കരയല്ല, ഉറക്കെ വിളിച്ചിട്ട് പറയാം, അതാണത് അല്ലേ. ഓക്കെ, the clouds was square അല്ലേ. ബട്ട് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? the house was square. ഹൗസ് എന്താണ്? ചതുരത്തിലാണ്. ഓക്കെ, നോട്ട് റൗണ്ട് അല്ല.
ഇറ്റ് ഹാഡ് എ ചിമ്മിനി, അതിന് ചിമ്മിനി ഉണ്ട്. ഓൾ റൈറ്റ്, എല്ലാം ശരിയാണ്. ബട്ട് ഓൾസോ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വിൻഡോസ്, ഒരുപാട് ജനലുകളുണ്ട്. ഇറ്റ് ഹാഡ് എ ഡോർ, അതിനൊരു ഡോർ ഉണ്ട് ടു, അല്ലേ? അപ്പൊ അതിനെല്ലാം ഉണ്ട് അല്ലേ? ഡോർ ഉണ്ട്, ചിമ്മിനി ഉണ്ട്, ഡോർ ഉണ്ട്, ഇഷ്ടം പോലെ വിൻഡോസ് ഉണ്ട്, റൗണ്ടും അല്ല സ്ക്വയറും ആണ്, അല്ലേ? He couldn't tell if there was a star. അവന് പറയാൻ കഴിയില്ല അതിനുള്ളിൽ സ്റ്റാർ ഉണ്ടോ, കാരണം ദ വിൻഡോസ് ഹാഡ് കർട്ടൻസ് ഓൺ ദ ഇൻസൈഡ്, അല്ലേ? വിൻഡോന്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കർട്ടൻ ഇട്ടുകൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ സ്റ്റാർ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ടോട്ടലി അവൻ തേടിയ വീട് അതല്ല. ഓക്കെ, ദാറ്റ് ക്യാൻ ബീറ്റ്, അതല്ല അത്, അല്ലെ? അതല്ല അത്. ഓക്കെ, and continue his march around the corner of the long block and to the next corner, അല്ലേ? അവൻ എന്ത് ചെയ്യണം? അവൻ്റെ മാർച്ച് പറഞ്ഞാൽ അവൻ്റെ നടത്തം വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റൊരു ബ്ലോക്കിലോട്ട്, ഒരു അടുത്ത കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലോട്ട്, അങ്ങനെ യാത്ര പോകട്ടെ. അവനങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. There were yellow houses, brown houses, many colored houses, but not one of them was a little round red house with no windows, no doors, chimney on top and star in the middle, അല്ലേ? ഇഷ്ടം പോലെ കളറുള്ള ഹൗസുകൾ അവൻ കാണുന്നുണ്ട്. പക്ഷെ എവിടെയും നമ്മൾ ഈ പറഞ്ഞ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ഇല്ല. ജനലുകളും വാതിലുകളും ചിമ്മിനിയുമുള്ള സ്റ്റാർ സെൻറ്ററിലുള്ള ഒരു വീട് അവൻ എവിടെയും കാണുന്നില്ല. ഓക്കെ, as he was standing on the sidewalk feeling puzzled, അവൻ അവസാനം എന്ത് ചെയ്യാണ്? സൈഡ് വോക്കിലേ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സ്ഥലത്ത് അവനിങ്ങനെ ആശയക്കുഴപ്പത്തിലായി. ബസിൽഡ് മീൻസ് ആശയക്കുഴപ്പം. ഓക്കെ, ബസിൽഡ് മീൻസ് ആശയക്കുഴപ്പം. ഒരു ആശയക്കുഴപ്പത്തിലൊക്കെ ആയിട്ട് അവനിങ്ങനെ കുറച്ച് സൈഡിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്? നിൽക്കുകയാണ്. ഓക്കെ, ദ ലിറ്റിൽ വൈറ്റ് മെയിൽ ട്രക്ക് പുള്ളഡ് അപ്പ്. എന്താണ് അപ്പോൾ? ഒരു ലിറ്റിൽ വൈറ്റ് മെയിൽ ട്രക്ക്, അല്ലേ? ഒരു പോസ്റ്റ് വണ്ടി, അല്ലേ? നാട്ടിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഒരു പോസ്റ്റ് മെയിലൊക്കെ കൊണ്ടുവരുന്ന ഒരു പോസ്റ്റ്മാൻ്റെ പോസ്റ്റ് മെയിൽ ട്രക്ക് എന്ത് ചെയ്യാണ്? പുള്ളഡ് അപ്പ്. അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പുള്ളഡ് അപ്പ് മീൻസ് സ്റ്റോപ്പ് ആട്ടോ, ഫ്രൈസ് വെർബാണ്. പുള്ളഡ് അപ്പ് മീൻസ് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. The mail carrier poked his head out of the window and said, മെയിൽ കരിയർ എന്ത് ചെയ്യാണ്? അതിനുള്ളിലുണ്ടായിരുന്ന മെയിൽ കരിയർ മീൻസ് എന്താണ്? ഈ തപാലൊക്കെ കൊണ്ടുപോകുന്ന ആൾ കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് തല ഇങ്ങനെ പുറത്തോട്ടിട്ട് നോക്കുകയാണ്. അതിൻ്റെ ആ ഒരു ജനൽ അറിയുമ്പോൾ ആ ട്രക്കിൻ്റെ ജനലിലൂടെ പുറത്തോട്ടിട്ടിട്ട് ചോദിക്കുകയാണ്, ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്? ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ വഴി നഷ്ടപ്പെട്ടിട്ട് വന്ന് വഴി തെറ്റിയതാണോ എന്നുള്ളതിന് അങ്ങനെയാണ് കേട്ടോ ചോദിക്കുക. അല്ല നിങ്ങൾ വഴി തെറ്റിയതിന് വലിയൊരു വേർഡൊന്നും ചോദിക്കാനുള്ള, നീ വഴി തെറ്റി വന്നതാണോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു ലോസ്റ്റ് എന്നേ ഉള്ളൂ കേട്ടോ. ആർ യു ലോസ്റ്റ്, നീ വഴി തെറ്റിയതാണോ? ഓക്കെ, ഹോ ഹോ നോ 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 എന്ന് പറയാട്ടോ. ദ ലിറ്റിൽ ബോയ് റിപ്ലൈ, ലിറ്റിൽ ബോയ് പറഞ്ഞു, ഓ നോ, അല്ല, ഐ ലീവ്ഡ് അറ്റ് ഇവി റോക്ക് ലൈൻ ബ്രിഡ്ജ് വാട്ടർ ന്യൂ ജേഴ്സി, അല്ലേ? ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്? ഐവി റോക്ക് ലൈനിലുള്ള ബ്രിഡ്ജ് വാട്ടറിൽ ന്യൂ ജേഴ്സിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം എനിക്ക് വീട് തെറ്റിയതൊന്നുമല്ല, എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ കഴിയും ഞാൻ എവിടെ താമസിക്കുന്നത്, അല്ലേ? ദാറ്റ്സ് റൈറ്റ് റൗണ്ട് ദ കോർണർ, അല്ലേ? ദാറ്റ്സ് റൈറ്റ് റൗണ്ട് ദ കോർണർ, അല്ലേ? അത് ആ വളവിലാണ്. റൈറ്റ് റൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ അത് ആ വളവിൽ. ഇപ്പം ആ കുട്ടി പറഞ്ഞത് എവിടെയാണ്? അത് ആ വളവിൽ തന്നെയാണ്, അല്ലേ? അധികം ദൂരമൊന്നുമില്ല അല്ലോ, അല്ലേ? അപ്പം അത് ആ വളവില്ല. അപ്പം എന്തായിരിക്കും? കുട്ടിക്ക് വഴി തെറ്റിയതല്ല, അല്ലേ? ദ മെയിൽ കരിയർ സെഡ് നോ യു ആർ നോട്ട് ലോസ്റ്റ്. ഓക്കെ, അത് ആ വളവിൽ തന്നെയാണ്, ഈ പറഞ്ഞ വീട് ആ വളവിൽ തന്നെയാണ്. അപ്പം നിനക്ക് വഴി തെറ്റി വന്നതല്ല. ഓക്കെ, the little boy asked, do you know where everyone lives around here? I'm looking for a special house. നിങ്ങൾക്ക് അറിയാമോ? ലിറ്റിൽ ബോയ് ചോദിക്കുകയാണ്, ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് അറിയില്ലേ? മെയിൽ ട്രക്കർ അല്ലേ, പോസ്റ്റ്മാൻ ആകുമ്പോൾ അറിയും, അല്ലേ? വേർ everyone lives around here, ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്, അല്ലേ? കാരണം എനിക്ക് എന്ത് വേണം? എനിക്കൊരു സ്പെഷ്യൽ വീട് കണ്ടെത്തണം. എനിക്കൊരു സ്പെഷ്യൽ വീട് ഞാനൊരു സ്പെഷ്യൽ വീട് നോക്കിയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ എല്ലാവരെയും അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ദ മെയിൽ കരിയർ സെഡ് പ്രൗഡ്ലി, അല്ലേ? കുറച്ച് അഭിമാനത്തോട് കൂടിയിട്ട് തന്നെ പറയുകയാണത്. ഈ ഭാഗം ഫുള്ള് എനിക്കറിയാം, നമ്മളൊരു അഭിമാനത്തോട് കൂടിയിട്ടാണല്ലോ പറയാം, അല്ലേ? അപ്പോൾ അതേ കുറിച്ച് പ്രൗഡായിട്ട് പറയുകയാണ്. ഓഫ് കോഴ്സ് ഐ ഡു, തീർച്ചയായിട്ടും, പിന്നെ എനിക്കറിയാം, അല്ലേ? ലിറ്റിൽ ബോയ് ദാറ്റ്സ് മൈ ജോബ്, വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ്? തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ് ഐ ഡു ലിറ്റിൽ ബോയ്, തീർച്ചയായിട്ടും എനിക്കറിയാം, കാരണം അതെൻ്റെ ജോലിയാണ്, അല്ലേ? എല്ലാ വീട്ടിലും ഇങ്ങനെ കത്ത് കൊണ്ടുപോയി കൊടുക്കുക, മെയിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ജോലി.
ഫാമിലിയാണ്, തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ എല്ലാവരെയും അറിയാം അല്ലേ. പറയൂ, നിനക്ക് ഏത് ടൈപ്പ്, ഏത് വീടാണ് നിനക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. The little boy said, my mother sent me to find a little round red house with no windows, no doors, a chimney on the top, a star in the middle. Little boy പറയണ, എൻ്റെ അമ്മ എന്നോട് ഒരു ചെറിയ വീട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു റൗണ്ട് റെഡ് ഹൗസ്, ചെറിയ റൗണ്ടിൽ വരുന്ന റെഡ് ഹൗസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോ ഡോർ, നോ വിൻഡോ, ചിമ്മിനി ടോപ്പിലുണ്ട് അല്ലെ, ചിമ്മിനി ഓൺ ദ ടോപ്പ്, ആൻഡ് ഓൾസോ സ്റ്റാർ ഇൻ ദ മിഡിൽ അല്ലെ. ഇങ്ങനൊരു വീടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ലിറ്റിൽ ബോയ് ഒന്നൊരു ചോദിക്കാണ്, ലിറ്റിൽ ബോയ്, the mail carrier said, I have been to every house in town, but I have never seen a house like that before. Are you sure your mother isn't pulling your legs? എന്താണ്, ഞാൻ ഇവിടെയുള്ള എല്ലാ വീടുകളും, ഈ ടൗണിലെ എല്ലാ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്, എല്ലാ വീടുകളും എനിക്ക് അറിയാവുന്നതുമാണ്, ഇതിനു മുമ്പ് ഞാൻ എല്ലാ വീടും ഇവിടെ കണ്ടതുമാണ്. പക്ഷെ എന്താണ്, ഞാൻ ഇതുവരെ ഐ ഹാവ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ അല്ലേ. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു വീട് എവിടെയും കണ്ടിട്ടേ ഇല്ല. നിനക്ക് ഉറപ്പുണ്ടോ, നിന്റെ അമ്മ നിന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട്, അമ്മ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലാന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. പുള്ളിങ് യുവർ ലെഗ്സ് എന്ന് പറയുന്ന ഒരു വേർഡാട്ടോ, നമ്മളെ ആരെങ്കിലും പറഞ്ഞു പറ്റിക്കുക അല്ലേ, അതിനാണ് പുള്ളിങ് യുവർ ലെഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓ നോ, അല്ല. The little boy answered, my mother wouldn't tease me. You said me found the same house when she was just my age, so I know it's real. No. എൻ്റെ അമ്മ എന്നെ ടീസ് ചെയ്യാറില്ല, എൻ്റെ അമ്മ എന്നെ പരിഹസിക്കാറില്ല. ടീസ് മീൻസ് പരിഹസിക്കുക കേട്ടോ, കളി. She found the same house when she was in just my age. എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ അമ്മ ആ സെയിം വീട് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ അമ്മ ആ വീട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ നോ ഇറ്റ്സ് റിയൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അത് സത്യമാണെന്ന്. ഓക്കെ. The mail carrier shook his head sorrowfully അല്ലേ. എന്താണ് ഈ കുട്ടിയോട് പറയുക, ഇല്ലാത്ത വീട് അന്വേഷിച്ച്. അപ്പം നമുക്കൊരു കുട്ടിയോട് പാവം തോന്നും അല്ലേ. അവർ ഇങ്ങനെ പറയാണ്, സങ്കടത്തോട് കൂടിയിട്ട് തലയാട്ടിയിട്ട് പറയാണ്, സോറി ഐ കാൺട്ട് ഹെൽപ്പ് യു മൈ ഡിയർ മൈ ഫ്രണ്ട്, ഐ ഹാവ് ഗോ ടു ഗെറ്റിംഗ് ഓൺ മൈ വേ, ഇറ്റ്സ് ടൈം ടു ഡെലിവർ ദ മെയിൽ അല്ലേ. വളരെ വിഷാദത്തോട് കൂടിയിട്ട് പറയാണ്, സോറി എനിക്ക് കഴിയില്ല നിന്നെ സഹായിക്കാൻ മൈ ഡിയർ ബോയ്, എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ പോവേണ്ട ടൈമായി, കാരണം എനിക്ക് മെയിൽ ഡെലിവറി ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അല്ലേ, മെയിലുകളൊക്കെ ആളുകൾക്ക് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ടെന്ന് പറയാണ്. വേവിങ് ഗുഡ് ബൈ ഹി ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ് അല്ലേ. ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിട്ട് അദ്ദേഹം വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് താഴോട്ട് അങ്ങ് പോയി. ഓക്കെ. The little boy tromped round the next corner. Little boy എന്ത് ചെയ്യാൻ, tromped മീൻസ് എന്താ, വീണ്ടും അടുത്തതിലോട്ട് നടന്നു പോവുക കേട്ടോ. ആൻഡ് ഡൗൺ ദ ബ്ലോക്ക് അല്ലേ, അടുത്ത കോർണറിലോട്ട് പോവാണ്, അടുത്ത വളവിലോട്ട് പോയിട്ട് പിന്നെ അടുത്ത ബ്ലോക്കിലൂടെ താഴോട്ട് വരികയാണ്. എവരി ഹൗസ് ഹാഡ് വിൻഡോസ് ആൻഡ് ഡോർസ്. എല്ലാ വീടിനും ജനലും വാതിലും ഉണ്ട് അല്ലേ. സം വർ റെഡ്, സം ഹാഡ് ചിമ്മിനീസ്. ചിലത് റെഡാണ്, ചിലതിന് ചിമ്മിനി ഉണ്ട്. ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോർ, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് സ്റ്റാർ ഇൻ ദ മിഡിൽ. ഓക്കെ. ഒരുപാട് വീട് കണ്ടു, റെഡ് ഉള്ളതുണ്ട്, ചിമ്മിനി ഉള്ളതുണ്ട്, പല ടൈപ്പ് വീടുകളുണ്ട്. പക്ഷേ അമ്മ പറഞ്ഞിട്ടുള്ള ആ ലിറ്റിൽ റെഡ് റൗണ്ട് റെഡ് ഹൗസ്, ഡോറുകളും ജനകളും ഇല്ലാത്ത, ചിമ്മിനിയുള്ള, മിഡിലിൽ സ്റ്റാർ ഉള്ള ആ ഹൗസ് ഉണ്ടല്ലോ, അത് മാത്രം എന്തില്ല, കാണാനില്ല. ഓക്കെ. He stopped again to think and looked up to see a police car cruising down the street. അല്ലേ. അവൻ എന്ത് ചെയ്തു, അവൻ നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ. അങ്ങനെ ചിന്തിച്ച ടൈമിൽ ലുക്ക്ഡ് അപ്പ് ടു സീ എ പോലീസ് കാർ ക്രൂസിങ് ഡൗൺ. അവൻ എന്ത് കണ്ടു, ആ സ്ട്രീറ്റിലൂടെ ക്രൂസിങ് ഡൗൺ, ഒരു മിതമായ വേഗതയിൽ അല്ലേ. ക്രൂസിങ് ഡൗൺ എന്ന് എന്താണെന്നറിയോ, പോലീസ് വണ്ടി ഒരു മിതമായ വേഗതയിൽ ഇങ്ങനെ വരുന്നത് അവൻ കണ്ടു. ഇറ്റ് പുള്ളഡ് അപ്പ് അലോങ് സൈഡ് ഹിം അല്ലേ. അലോങ് സൈഡ് പറഞ്ഞാൽ അവൻ്റെ സൈഡിലായിട്ട് പുള്ളഡ് അപ്പ് ചെയ്തു. പുള്ളഡ് അപ്പ് മീൻസ് ഇപ്പം എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു, സ്റ്റോപ്പ് ചെയ്തു അല്ലേ. ആ വണ്ടി വന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് നിർത്തി. ആൻഡ് എ പോലീസ് ഓഫീസർ പോക്ക്ഡ് ഹെർ ഹെഡ് ഔട്ട് ഓഫ് ദി വിൻഡോ അല്ലേ. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ തല ഇങ്ങനെ പുറത്തോട്ട് ഇട്ടിട്ട് നോക്കാട്ടോ, വണ്ടിയിൽ നിന്നും ഇങ്ങനെ പുറത്തോട്ട് ഇട്ടിട്ട് നോക്കി. ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്, ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്. ചെറിയ ആൺകുട്ടി അല്ലെങ്കിൽ ചെറിയ കുട്ടി,
നീ വഴിതെറ്റി വന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈ. ഓ അല്ലല്ല എന്ന് റിപ്ലൈ പറഞ്ഞു അല്ലെ. ഐ ലീവ് ഇറ്റ് ഐവി റോക്ക് ലൈൻ ബ്രിഡ്ജ് വാട്ടർ ദാറ്റ്സ് റൈറ്റ് അറൗണ്ട് ദ ബ്ലോക്ക്. എന്താണ് പറയുന്നത്? ഞാൻ ഐവി റോക്ക് ലൈനിൽ ബ്രിഡ്ജ് വാട്ടറിലാണ്, അതിവിടെ അടുത്തായിട്ട് ആ വളവിൽ തന്നെയുള്ള ബ്ലോക്കിലാണ് എന്ന് പറയാണ് അല്ലെ. ദ പോലീസ് ഓഫീസർ നോ യു ആർ നോട്ട് ലോസ്. ഓക്കെ ഓക്കെ, നീ വഴി മാറി വന്നതല്ല എന്ന് മനസ്സിലായി. ഓക്കെ. The little boy asked, do you know where everyone lives around here? I'm looking for a special house. ഓക്കെ, ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാമോ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള എല്ലാ ആളുകളെയും, താമസിക്കുന്ന എല്ലാ ആളുകളെയും നിങ്ങൾക്ക് അറിയാമോ? ഞാനൊരു സ്പെഷ്യൽ വീട് അന്വേഷിച്ച് വന്നതാണ്. ഐ ആസ്ക്ഡ് ദ മെയിൽ കാരിയർ. ഞാൻ മെയിൽ കാരിയറിനോട് ചോദിച്ചു. ആൻഡ് ഹി ഡിഡ്ന്റ് നോ വേർ ഇറ്റ് വാസ്. പക്ഷെ അവർക്ക് എന്തറിയില്ലായിരുന്നു? ആ വീട് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. ഓഫീസർ സെഡ് അല്ലേ. ഓഫീസർ എന്താ പറഞ്ഞത്? എനിക്ക് ആ വീട് എവിടെയെന്ന് അറിയില്ലായിരുന്നു, ഞാൻ മേൽട്ടർക്കോട് ചോദിച്ചപ്പോൾ എന്ന് കുട്ടി ആ പോലീസുകാരനോട് പറയാണ്. ഓക്കെ. Little boy, I know this neighborhood like the back of my hand. I drive up this street and down the street every day, making sure things are safe around here. ഈ ചുറ്റുപാടുകളെല്ലാം കാര്യം മേക്കിംഗ് ഷുവർ തിങ്സ് ആർ സേഫർ അല്ലേ. ചുറ്റുപാടും എല്ലാ കാര്യങ്ങളും സേഫ് ആണെന്ന് അറിയാൻ പെട്രോളിങ്ങിന് പോകും പോലീസുകാർ അല്ലേ. ആ നാട്ടിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ പരിസരത്തുള്ള എല്ലാ അയൽവാസികളെയും എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ കയ്യിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിന് അറിയാം. ആൻഡ് ഡ്രൈവ് അപ്പ് ദിസ് സ്ട്രീറ്റ് ഡൗൺ ആൻഡ് അപ്പും ഡൗൺ ആയിട്ട് ഈ സ്ട്രീറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡെയിലി അദ്ദേഹം പെട്രോളിങ്ങിന് പോകുന്നതാണ് അല്ലേ. അത് സേഫാണ്, അതിൻ്റെ സറൗണ്ടിങ്സ് സേഫാണ്, റൗണ്ട്സിലൊക്കെ സേഫാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്രോളിങ്ങിലൂടെ ആ ഒരു പരിസരം ഫുള്ള് പോകുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. വാട്ട് ഹൗസ് ഡു യു want to find? ഏത് വീടാണ് നിനക്ക് കണ്ടുപിടിക്കേണ്ടത്? The little boy said, my mother sent me to find a little red house with no windows and no door, a chimney on top and a star in the middle. ലിറ്റിൽ ബോയ് സെയിം ഡയലോഗ് തന്നെയാണ് പറയുന്നത്. എൻ്റെ അമ്മ എന്നെ, ഒരു ചെറിയ കുട്ടികളാകുമ്പോൾ പറഞ്ഞു തന്നെ പറയാം അല്ലേ. അപ്പം എൻ്റെ അമ്മ എന്നെ എന്താണ്, ഒരു ചെറിയ റൗണ്ടിലുള്ള ചുമന്ന വീട് കണ്ടുപിടിക്കാനാണ് വിട്ടിട്ടുള്ളത്. അതിന് ചിമ്മിനിയില്ല, അതിന് ജനലില്ല, ഡോറില്ല, ഒരു ചിമ്മിനി മുകളിലുണ്ട്, സെൻട്രൽ ഒരു സ്റ്റാറുമുണ്ട്. ക്ലിയർ? വീട് ഇയാളും ചോദിക്കുകയാണ്, ലിറ്റിൽ ബോയ്, the officer said, I have been past every house in this town, but I have never seen a house like that before. Are you sure that what your mother said? ഞാൻ ഇവിടെ ഇതിലൂടെ എല്ലാ വീട്ടിലൂടെയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടൗണിലൂടെ പാസ് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീട് കണ്ടിട്ടില്ല. നിനക്ക് ഉറപ്പുണ്ടോ നിന്റെ അമ്മ അത് തന്നെയാണ് പറഞ്ഞതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓ യെസ്, ഓ തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അല്ലേ. The little boy answered, she said she found the same house when she was just my age, so I know it's real. Little boy പറഞ്ഞ സെയിം ഡയലോഗ് പറയാണ്, ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്, കാരണം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ ഈ പ്രായത്തിൽ അമ്മ ആ വീട് കണ്ടിട്ടുണ്ട്, സോ അതെന്താണ്, തീർത്തും അത് സത്യമായിരിക്കും. Okay, the police officer said, sorry, I can't help you, buddy. Sorry, I can't help you, buddy. Buddy means മോനെ, boy എന്നൊക്കെ പറയില്ല നമ്മൾ ആ ഒരു അർത്ഥത്തിലാട്ടോ. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഐ ഹാവ് ഗോട്ട് ടു ബി ഗെറ്റിംഗ് ബാക്ക് ടു മൈ സ്ട്രീറ്റ് പെട്രോൾ വേവിംഗ് ഗുഡ് ബൈ ഷീ ഡ്രോവ് ഡൗൺ ദ റോഡ്. എനിക്ക് തിരിച്ച് പെട്രോളിങ്ങിന് പോകേണ്ട സമയമായി, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, വേവിംഗ് ഗുഡ് ബൈ എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് കൈ വീശിക്കൊണ്ട് ഷീ ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ് ഡ്രൈവ് ചെയ്തിട്ട് റോഡിലൂടെ അങ്ങോട്ട് പോയിട്ടോ, താഴോട്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഓടിച്ചു പോയിട്ടോ. The little boy was getting discouraged. അതിന് കറേജ് നഷ്ടപ്പെട്ടു അല്ലേ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു നമ്മുടെ ആൺകുട്ടിക്ക് അല്ലേ. നമ്മുടെ ബോയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടു? ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഹിസ് മദർ സെഡ് ഹി വുഡന്റ് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. അവൻ്റെ അമ്മ പറഞ്ഞത് ഈ സ്ട്രീറ്റ് പോലും കിടക്കേണ്ട, അതിനു മുമ്പ് കാണുമെന്നായിരുന്നല്ലോ. But no matter how hard he looked, he could not find the house he was looking for. എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നില്ല, അവൻ ആ വീട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. There was just one more house to check. ഇനി ആകെയുള്ളത് ഒരൊറ്റ വീടും കൂടെ നോക്കാനുള്ളൂ, ബാക്കി എല്ലാം നോക്കി And that was Mr. Fetzer house. അത് ആരുടെ വീടായിരുന്നു?
മിസ്റ്റർ ഫെഡ്സറിന്റെ വീടായിരുന്നു കേട്ടോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക് അല്ലെ, ആ ബ്ലോക്കിന്റെ അങ്ങേയറ്റത്തുള്ള ആ ഫെഡ്സറിന്റെ വീടും കൂടെ മാത്രമേ ഇനി നോക്കാനുള്ളൂ അല്ലെ. നോക്കാം. മിസ്റ്റർ ഫെഡ്സർ ഹാഡ് lived in the neighborhood longer than anyone അല്ലെ. ഇവിടെ താമസിച്ചിട്ടുള്ള എല്ലാ അയൽവാസികളെക്കാളും കൂടുതൽ ഒരുപാട് മുമ്പ് അവിടെ വന്ന് താമസിക്കുന്ന ആളാണ് ഈ ഫെഡ്സർ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അവിടെ താമസിക്കുന്ന വ്യക്തിയാണ് ഫെഡ്സർ എന്ന് പറയുന്ന വ്യക്തി. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ago there were many farms in Bridgewater അല്ലെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ താമസിച്ച ആളാണ്. അപ്പൊ എന്തുണ്ട്, അവിടെ ഒരുപാട് ബ്രിഡ്ജ്വാട്ടറിന്റെ അടുത്ത് ഒരുപാട് ഫാമുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, but one by one the land had been sold and the houses were built where the had once been field of the Jersey tomatoes and white corn. എന്താണ് വൈറ്റ് കോണും ടൊമാറ്റോസും ഒക്കെ, ടൊമാറ്റോ കൊണ്ടൊക്കെ നിറഞ്ഞിരുന്ന പാടങ്ങളൊക്കെ ഇപ്പം എന്താണ്, ഇപ്പോൾ ഇടയ്ക്ക് അങ്ങനെ മുറിച്ച് 1 by 1 ആയിട്ട് അങ്ങനെ മുറിച്ച് വിറ്റ് അവിടെയുള്ള എല്ലാ ഫാമുകളും ഇപ്പോൾ വിറ്റ് പോയിട്ടുണ്ട്. അവിടെ ഇപ്പം എന്താ ഉള്ളത്, നിറയെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ കയറ്റിയിരിക്കുകയാണ് കേട്ടോ. മിസ്റ്റർ ഫെഡ്സേഴ്സ് ഫാം വാസ് ദ ലാസ്റ്റ് വൺ ലെഫ്റ്റ് ഇൻ ദ നൈബർഹുഡിൽ. അവിടെ ഏറ്റവും ലാസ്റ്റ് അവശേഷിച്ചിരുന്നത് ഈ ഫെഡ്സർ എന്ന് പറയുന്ന ആളുടെ ഫാം ആയിരുന്നു. ഹി റൺ എ സ്മോൾ ഫാം സ്റ്റാൻഡ് ആൻഡ് സോൾഡ് ദ ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഹി ഗ്രൂ ഇൻ ഹിസ് ഗാർഡൻസ് ആൻഡ് ഓർക്കാർഡ്സ് അല്ലെ. എന്താണ്, അദ്ദേഹത്തിൻ്റെ ഓർച്ചാർഡ്സിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗാർഡൻസ്, ഓർച്ചാർഡ് മീൻസ് എന്താണ്, തോട്ടാട്ടോ. ഓർച്ചാർഡ്സിലും ഗാർഡൻസിലും ഒക്കെ ഒരു ചെറിയൊരു ഫാമിൽ അദ്ദേഹം വളർത്തി ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ടായിരുന്നു, കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് മാത്രമാണ് അവിടെ അവശേഷിക്കുന്ന ആ ചെറിയ ഒരു ഫാം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇഫ് എനിവൺ നോസ് വെർ ദാറ്റ് ഹൗസ് ഈസ് ഹി ഷുഡ് അല്ലേ. ഇനി ആർക്കും അത് അറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തായാലും ആ വീട് അറിയാൻ കഴിയും അല്ലേ. ഇഫ് എനിവൺ നോസ് വെർ ദാറ്റ് ഹൗസ്, ആർക്കും ആ വീട് അറിയെങ്കിലും ഹി ഷുഡ്, അദ്ദേഹത്തിന് അത് അറിയുന്നുണ്ടാവും. ദ ലിറ്റിൽ ബോയ് റീസൺഡ്, അത് അവനെന്ത് ചെയ്യണം, അതൊരു യുക്തിപൂർവ്വമായിട്ട് അവനിങ്ങനെ, റീസൺഡ് മീൻസ് യുക്തിപൂർവ്വം അവന് ചിന്തിക്കാണ്. ആ വീട് വേറെ ആർക്കും അറിയില്ലെങ്കിലും അദ്ദേഹത്തിന് അറിയുന്നു, കാരണം അത്രയും വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആളാണ് അല്ലേ. സോ up he trekked to Mr. Fedzer barn and peed inside അല്ലേ. വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ സാവകാശം അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഫെഡ്സറിന്റെ ബാനിലേക്ക് പോവാണ്. ബാൻ മീൻസ് ഇങ്ങനെ ഒരു ഫാമൊക്കെ പോലത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ അല്ലേ. അദ്ദേഹം ഇങ്ങനെ പച്ചക്കറി ഇറക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് അല്ലേ. അവിടേക്ക് ഈ കുട്ടി എന്താ ട്രഡ്ജ് ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് പോവാണ്. ആൻഡ് പിയേഡ്സ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അവൻ എത്തി. ഓക്കെ, മീനിങ്ങുകൾ താഴെ ഉണ്ട് കേട്ടോ, നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് അടിച്ചിട്ടൊക്കെ അത് എഴുതിയെടുക്കുക കേട്ടോ. ദെൻ ദർ വാസ് ദ ഫാമർ അല്ലേ, ദർ വാസ് എ ഫാമർ, അവിടെ ആ ഫാർമർ ഉണ്ട്. പാക്കിംഗ് ആപ്പിൾസ് ഇൻ ടു ബോക്സസ്, അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ആപ്പിളൊക്കെ അല്ലേ, അദ്ദേഹത്തിൻ്റെ ആപ്പിളൊക്കെ ബോക്സിൽ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹി ലുക്ക്ഡ് അപ്പ് വൈ hello there you young fella, what can do for you, come for a taste of my apple cider. ചെറിയ കുട്ടി അങ്ങനെ യങ് ഫെലർ എന്ന് വിളിക്കുന്നത് കേട്ടോ. യങ് ഫെലോ, വാട്ട് ക്യാൻ ഡു ഫോർ യു, എനിക്ക് എന്താണ് വേണ്ടത്, കം ഫോർ എ ടേസ്റ്റ് ഓഫ് മൈ ആപ്പിൾ സിഡർ, എൻ്റെ ആപ്പിൾ സിഡർ, ഈ ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം പാനീയാണ് കേട്ടോ, എൻ്റെ ആ സിഡർ നീ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഹി പോർഡ് എ കപ്പ് ആൻഡ് ഹാൻഡിൽഡ് ഇറ്റ് ടു ദ ലിറ്റിൽ ബോയ്, എന്നിട്ട് അത് ചോദിച്ചിട്ട് കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സിഡർ ഒരു കപ്പിലോട്ട് ഒഴിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണ്. The little boy drank it down gratefully, hunting for houses for thirsty work അല്ലേ. ലിറ്റിൽ ബോയ് എന്ത് ചെയ്യാണ്, അത് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് അങ്ങ് കുടിക്കുകയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കുടിക്കാൻ കാരണം, ഹണ്ടിങ് അല്ലെ. ഹണ്ടിങ് മീൻസ് എന്താ, വേട്ടയാടുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഇപ്പം എന്താ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, വീടുകൾ തിരയുക അല്ലേ. അതെന്താണ്, വാസ് തേഴ്സ്റ്റി വർക്ക്, അതൊരു ദാഹം ഉണ്ടാക്കുന്ന ഒരു വർക്ക് തന്നെയാണ് അല്ലേ, ഒരു ക്ഷീണിപ്പിക്കുന്ന വർക്ക് തന്നെയാണ് അത്. ദ സിഡർ ടേസ്റ്റഡ് സ്വീറ്റ് ആൻഡ് ടാർട്ട് അല്ലെ, മധുരമുള്ളതും ഒരു ചെറിയൊരു പുളിപ്പും കയ്പും ചേർന്നത്. ടാർട്ട് പറഞ്ഞാൽ ചെറിയൊരു കയ്പും പുളിപ്പും ചേർന്ന രീതിയുണ്ട്, അതിനാണ് ടാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ചെറിയൊരു കയ്പും ഓൾ ദ സെയിം ടൈം അല്ലേ. ആ സിഡർ എങ്ങനെയുള്ളതായിരുന്നു, ടാർട്ടും സ്വീറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു തരം പാനീയമായിരുന്നു അത്. ഓക്കെ, താങ്ക്സ് ഫോർ ദ സിഡർ ദ ലിറ്റിൽ ബോയ് സെഡ് അല്ലേ. മിസ്റ്റർ ഫെഡ്സർ ക്യാൻ യു ഹെൽപ്പ് മീ, ഐ എം ലുക്കിംഗ് ഫോർ എ ഹൗസ് എന്നിട്ട് പറയാണ് താങ്ക്സ്. ആദ്യം അതിന്
കുടിക്കാൻ തന്നതിന് താങ്ക്സ് പറഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഐ ആം ലുക്കിംഗ് ഫോർ എ ഹൗസ്. ഞാനൊരു വീട് അന്വേഷിക്കുകയാണ്. ഇറ്റ്സ് എ ലിറ്റിൽ റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോർ, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് ദ സ്റ്റാർ ഇൻ ദ മിഡിൽ. മൈ മദർ സേസ് യു ഹാവ് lived here a long than anybody, and she found the house when she was in age, so I thought you might know where it is. Okay, എന്താ പറയുന്നത്? എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ചിമ്മിനിയുള്ള ജനലുകളും വാതിലുകളും ഇല്ലാത്ത എന്താണ് ഒരു സ്റ്റാർ സെൻറ്ററിലുള്ളൊരു വീടാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ അമ്മ പറഞ്ഞിരുന്നു, നിങ്ങളിവിടെ ഒരുപാട് കാലം, മറ്റാരേക്കാൾ കൂടുതൽ കാലം നിങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് അല്ലേ. യു ഹാവ് ലീവ്ഡ് ഹിയർ ലോങ്ങർ ദാൻ എനിബഡി. മറ്റാരേക്കാളും കൂടുതൽ കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ് നിങ്ങൾ എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷീ ഫൗണ്ട് ദ ഹൗസ് വെൻ ഷി വാസ് ഇൻ മൈ ഏജ് അല്ലേ. അത് കൂടാതെ തന്നെ എൻ്റെ അമ്മ എൻ്റെ ഈ പ്രായത്തിൽ ആ വീട് കണ്ടിട്ടുണ്ട്. സോ ഐ തോട്ട് യു മൈറ്റ് നോ വേർ ഇറ്റ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കത് എവിടെയാന്ന് അറിയുമെന്ന്. ഓക്കെ. മിസ്റ്റർ ഫെർസർ സ്മൈൽഡ്. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറയാണ്, സീംസ് ടു മീ ഐ റിമെമ്പർ യുവർ മദർ വെൻ ഷി വാസ് ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ. ഞാൻ ഓർക്കുന്നു നിന്റെ അമ്മയെ, നിന്റെ അമ്മ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇവിടെ വന്നത് ഓർക്കാണ് കേട്ടോ. സീംസ് ടു മീ ഷീ കെയിം ടു ഫൈൻഡ് മീ ഓൺ എ ഡേ ജസ്റ്റ് ലൈക്ക് ടുഡേ അല്ലേ. നീ ഇന്ന് വന്നതുപോലെ അന്ന് നിന്റെ അമ്മ ഇവിടെ വന്നത് ഞാൻ ഓർക്കുന്നു. സീംസ് ടു മീ ദാറ്റ് ഷി വാസ് ലുക്കിംഗ് ഫോർ ഹർ ഹൗസ് ടു ജസ്റ്റ് ലൈക്ക് വൺ യു ഹാവ് ഡിസ്ക്രൈബ്ഡ്. നീ ഇപ്പം ഈ പറഞ്ഞ പോലത്തെ ഒരു വീട് തിരഞ്ഞിട്ട് നിന്റെ അമ്മ ഇവിടെ വന്നിട്ട് ഞാൻ ഓർക്കുന്നു. ആൻഡ് സീംസ് ടു മീ ഐ ജസ്റ്റ് വേർ ടു സെൻഡ് ഹർ അല്ലേ. ഐ നോ ജസ്റ്റ് വേർ ടു സെൻഡ് ഹർ. ഞാൻ ഓർക്കുന്നുണ്ട് നിന്റെ അമ്മ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചപ്പോൾ, ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ നിന്റെ അമ്മയെ ഞാൻ എങ്ങോട്ടാണ് പറഞ്ഞു വിട്ടത് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ. The farmer walked outside and pointed to his orchards upon a little hill. See those trees, run up there and take a look round, and I think you will find what you are looking for. അല്ലേ. ഫാർമർ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാം കേട്ടോ. പോയിന്റ് സ്വിസ് ഓർച്ചാർഡ്സ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ തോട്ടത്തിലോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, അപ്പോൾ ലിറ്റിൽ ഹിൽ, ആ തോട്ടത്തിൻ്റെ അവിടെ എന്തുണ്ട്, ഒരു ചെറിയ ഹില്ലുണ്ട്, ഒരു മലയുണ്ട്. സീ ദോസ് ട്രീസ്, അവിടെ കുറച്ച് മരങ്ങൾ കാണുന്നുണ്ടല്ലോ. റൺ അപ്പ് ദർ, അവിടേക്ക് ഓടിപ്പോയിക്കോളൂ. ടേക്ക് എ ലുക്ക് അറൗണ്ട്, എന്നിട്ട് അവിടെ ചുറ്റും നോക്കുക. ഐ തിങ്ക് യു വിൽ ഫൈൻഡ് വാട്ട് യു ആർ ലുക്കിംഗ്. ഞാൻ വിചാരിക്കുന്നു നീ എന്താണോ അന്വേഷിക്കുന്നത് അത് നിനക്ക് അവിടുന്ന് കണ്ടെത്താൻ കഴിയുമെന്ന്. The little boy ran across the field up the hill. ഒന്നും നോക്കിയില്ല, അതൊരു കേട്ടോടുകൂടി ആ ബോയ് അങ്ങ് ഓടിപ്പോയിട്ട് ക്രോസ് ചെയ്ത് ഓടിപ്പോയി, ഫീൽഡൊക്കെ ക്രോസ് ചെയ്ത് ഓടിപ്പോയി മലന്റെ മുകളിലെത്തി. ഓക്കെ. He stood under one of the apple trees and looked all around. എന്താണ്, അവനൊരു ആപ്പിൾ മരത്തിന്റെ താഴെ ഇങ്ങനെ വന്ന് നിന്നിട്ട് ചുറ്റും ഇങ്ങനെ ആ മലന്റെ മുകളിൽ പോയിട്ട് ആപ്പിൾ മരത്തിന്റെ താഴെ നിന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കി. The wind was blowing a dancing breeze. കാറ്റ് എങ്ങനെ വന്നു, ഒരു കാറ്റ് ആഞ്ഞു വീശി, എങ്ങനെ കാറ്റിങ്ങനെ ബ്രീസ്, ഇങ്ങനെ കാറ്റിങ്ങനെ വീശി ഡാൻസ് കളിച്ചുകൊണ്ട് അങ്ങോട്ട് ആഞ്ഞു വീശി. ആൻഡ് ഇറ്റ് ബ്ലൂ എ റെഡ് ആപ്പിൾ റൈറ്റ് ഓഫ് ദ ട്രീ അല്ലേ. ആ മരത്തിൻ്റെ റൈറ്റ് ഭാഗത്തായിട്ട് ഒരു റെഡ് ആപ്പിൾ ആ കാറ്റ് വന്നപ്പോൾ താഴോട്ട് അങ്ങോട്ട് വീണു. താങ്ക് യു അല്ലേ. The apple landed at his feet. എന്താണ്, അപ്പോൾ അവൻ്റെ തലയിൽ വീണിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കാലിലാണ് വീണത്. ഓക്കെ. Picking it up, the little boy took a closer look അല്ലേ. അതിങ്ങനെ എടുത്തിട്ട് ബോയ് എന്ത് ചെയ്യാണ്, അത് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക, നന്നായിട്ടൊന്ന് നോക്കി. A little red house with no windows, no doors അല്ലേ. ആപ്പിളൊന്നും എടുത്ത് നിങ്ങളൊന്ന് കൈ പിടിച്ചിട്ടൊന്ന് നോക്കി. ഒരു റെഡ് കളറിൽ അല്ലേ, റൗണ്ട് ആയിട്ടുള്ള റെഡ് ഹൗസാണ് അല്ലേ. അതിന് ചിമ്മിനിയും ഡോറും ഉണ്ടാവും, അതിന് ഡോറും ജനലും ഇല്ല. അപ്പൊ ഡോറും ജനലും ഇല്ലാത്ത ഒരു റെഡ് ഹൗസ് അല്ലേ. He said, turning it and looking at its shiny round red surface അല്ലേ. അതിങ്ങനെ തിളങ്ങുന്ന അതിൻ്റെ എല്ലാ ഭാഗവും ഉപരിതലമൊക്കെ അവൻ നോക്കുകയാണ്. ഈ ചിമ്മിനി ഓൺ ടോപ്പ് അല്ലേ, ആപ്പിളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ഇതുണ്ടാവും അല്ലേ, അതാണ് ചിമ്മിനി എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. He said, touching the stem. അവൻ എന്ത് ചെയ്തു, അതിൻ്റെ സ്റ്റെമ്മുമ്മ തൊട്ടു. എ സ്റ്റാർ ഇൻ ദ മിഡിൽ അല്ലേ. അപ്പം അവൻ ചിന്തിക്കുകയാണ്, ഇതിൻ്റെ ഉള്ളിലൊരു നക്ഷത്രം ഉണ്ടോ അല്ലേ. ബാക്കിയൊക്കെ സെറ്റായില്ലേ. റൗണ്ട് കളർ വന്നു, ചെറിയ വീടാണ്, റൗണ്ട് കളർ വന്നു, അതിന് ജനവുമില്ല, വാതിലില്ല, മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അല്ലേ, ആപ്പിൾ ഇങ്ങനെ പൊട്ടി വീണതാണെങ്കിൽ. അപ്പം അത് ചിമ്മിനിയായിട്ട് അവന് തോന്നി. ഇനി അവന് തോന്നുകയാണ് ഇതിനുള്ളിൽ സ്റ്റാർ ഉണ്ടാവും എന്ന് നോക്കുകയാണ്.
He put the apple in his raincoat pocket and ran all the way home. അല്ലേ, അത് കിട്ടി അവൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, റെയിൻകോട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് അവൻ വീട്ടിലോട്ട് ഓടിപ്പോയി. മോം മോം ഹി ക്രൈഡ്, അവൻ ഉറക്കെ വിളിച്ച് പറയാണ്, മോം മോം ഐ തിങ്ക് ഐ ഫൗണ്ട് ഇറ്റ്, ഞാനത് കണ്ടുപിടിച്ചു അല്ലേ, ഞാൻ വിചാരിക്കുന്നു ഞാനത് കണ്ടുപിടിച്ചു എന്ന് അല്ലേ. His mother smiled when he looked the apple out of his pocket, അല്ലേ, handed it to her. അല്ലേ, അമ്മ അതിൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ ആപ്പിൾ എടുത്തപ്പോൾ അമ്മ എന്ത് ചെയ്യാണ്, ചിരിക്കുകയാണ് അല്ലേ, എന്നിട്ട് അത് അവന് അമ്മയ്ക്ക് കൊടുത്തു. ഐ തിങ്ക് യു ഡിഡ് ടു, അല്ലേ, ഞാൻ വിചാരിക്കുന്നു നീ അത് കണ്ടുപിടിച്ചു, നീ അത് നേടി അല്ലേ, നീ അത് ചെയ്തു എന്ന്. She said, a little red house with no windows, no doors and no chimney on top. അല്ലേ, ഇതാണ് ഒരു ലിറ്റിൽ റെഡ് ഹൗസ് എന്ന് പറയുന്നത്. ഇതാണ് റൗണ്ട് കളറുള്ള ചുമന്ന വീടാണ്. ഇതിനെന്തില്ല, ഇവിടെ ചിമ്മിനി മുകളിലുണ്ട്, ജനലും വാതിലുമില്ല. ഓക്കെ, ബട്ട് where is the star, he asked. പക്ഷെ എവിടെയാണ് സ്റ്റാർ, എവിടെ നക്ഷത്രം, അവൻ ചോദിക്കാണ്. She picked up a sharp knife from the table, placing the apple on its side on the plate. She cut in half right through its middle. ഒരു നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുത്ത് കൊണ്ടുവന്നിട്ട് ടേബിളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആപ്പിൾ അവിടെ പ്ലേറ്റുമ്പോൾ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യാണ്, അവൻ്റെ അമ്മ കട്ട് ചെയ്യാണ് അല്ലേ, കട്ട് ഇൻ ഹാഫ്, പകുതി പീസായിട്ട് കട്ട് ചെയ്യാണ്. റൈറ്റ് ത്രൂ ഹിറ്റ്സ് മിഡിൽ, മിഡിലൂടെ പോകുന്ന രീതിക്ക് പകുതിയായിട്ട് അങ്ങ് കട്ട് ചെയ്തു. And there in the center was a star. ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ, ഒരു ആപ്പിൾ എടുത്തിട്ട് ഇങ്ങനെ ചെരിഞ്ഞല്ല, ഇങ്ങനെ നേരെ നടുവിൽ സെൻറ്ററിൽ കട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണാം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ആ വിത്ത് നിൽക്കുന്ന ഭാഗത്തിനൊരു സ്റ്റാർ പോലെ ഉണ്ടാവുക, ഇങ്ങനെ ഒരു സ്റ്റാർ പോലെ ആയിരിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അല്ലേ, ഇങ്ങനെ ആയിരിക്കും അല്ലേ, ആപ്പിളിൻ്റെ സെൻറ്റർ ഭാഗത്തുണ്ട് അവിടെ ഒരു വിത്തുകൾ ഉണ്ടാവും, ഇവിടെയൊക്കെ ഓരോ വിത്തുകൾ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും ആപ്പിളിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണാം അല്ലേ. സോ and there in the center was star. How I wonder, there inside an apple lie a star holding 5 brown seeds. എന്തൊരു അത്ഭുതമായിട്ടായി തോന്നുന്നു, ആപ്പിളിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാർ കിടക്കുന്നു. എങ്ങനെയുള്ള ചുറ്റും 4 സൈഡ് 5 സൈഡിലുമായിട്ട് എന്തുണ്ട്, 5 സൈഡിലും ബ്രൗൺ കളറുള്ള വിത്തുകളുള്ള ഒരു സ്റ്റാർ ആപ്പിളിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. അവൻ വണ്ടർ ആവാണത് കണ്ടിട്ട് കേട്ടോ. It is too wonderful to eat without looking at the star, isn't it? അല്ലേ, ആപ്പിൾ നമ്മൾ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നിട്ട് ആപ്പിൾ ഒന്ന് മുറിച്ചിട്ട് ഇനി പിന്നെ അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ സ്റ്റാർ നോക്കാതെ ആപ്പിൾ കഴിക്കാൻ കഴിയും ഇല്ല അല്ലേ. അത് തന്നെയാണ് ഈ കുട്ടിയും പറയുന്നത്. ഇറ്റ്സ് ടു വണ്ടർ ടു ഈറ്റ് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർ അല്ലേ. ആ സ്റ്റാർ നോക്കാതെ, സ്റ്റാർമൊക്കെ നോക്കാതെ ആപ്പിൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താണ്, അത്ഭുതം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്, കഴിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. The boy said to his mother, അവൻ അവൻ്റെ അമ്മയോടാണ് പറയല്ലേ, അമ്മേ ഈ ആപ്പിളിൻ്റെ ഉള്ളിൽ ഈ സ്റ്റാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് പണ്ടായിട്ട് നിൽക്കല്ലേ, അപ്പോൾ ഈ സ്റ്റാർ നോക്കാതെ നമുക്ക് ഒരിക്കലും അത് കഴിക്കാൻ കഴിയില്ലാലേ എന്ന് പറയാണ്. അപ്പം അമ്മ പറയാണ്, യെസ് ഇൻഡീഡ്, യെസ് തീർച്ചയായും അല്ലേ, നീ പറഞ്ഞത് ശരി തന്നെയാണ്, തീർച്ചയായും. ആൻസേർഡ് ഹിസ് മദർ അല്ലേ, അവൻ്റെ അമ്മ അതിന് മറുപടി പറഞ്ഞു അല്ലേ. ഏതോ ഒരു ചെറിയൊരു ഏതൊരു കടങ്കഥയാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട് അല്ലേ മക്കളെ. അതന്നെ അല്ലേ, ആപ്പിളിനെ കുറിച്ചൊരു കടങ്കഥ, പുതിയൊരു കടങ്കഥ അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇതൊരു പുതിയ കടങ്കഥയാണ്. ഇനി മറ്റുള്ളവരോട് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അല്ലേ, ആപ്പിളിനെ കുറിച്ചൊരു കടങ്കഥ. ആ ഒരു കടങ്കഥയും വെച്ച് ഈ കുട്ടി ഈ വീടും തിരഞ്ഞ് എത്ര നടത്താല്ലേ നടന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ടാവും നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് എക്സ്പ്ലോർ ചെയ്യാറില്ല, നമ്മളത് കണ്ടുപിടിക്കാറില്ല അല്ലേ. നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ടാവും, നമുക്ക് ആസ്വദിക്കാനുള്ള അത്രത്തോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാവുന്നതിനപ്പുറം അത്ഭുതകരമായിട്ടുള്ള പല കാഴ്ചകളും പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളതിനെ എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ ഈ ഒരൊറ്റ തീമാണ് ഇതിന് വരുന്നത്. എന്താണ്, പലപ്പോഴും ആളുകൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യുമെങ്കിലും നമ്മുടെ കയ്യിൻ്റെ തുമ്പത്തുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലോർ ചെയ്യാതെ, കാണാതെ, അത്രയും മാർവലസ് ആയിട്ട് അത്ഭുതമായിട്ടുള്ള കാഴ്ചകളും നോളജുകളും അറിവുകളും തരുന്നത് നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല അല്ലേ. അതാണ് ഈ ഒരു ചെറിയൊരു ചാപ്റ്ററിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമായിരുന്നു അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.